So, in last class, we were discussing about our fifth module. We already started our fifth module. Fifth module, we mainly set transform ആണ് പഠിക്കുന്നത്. Okay. So, അതിൽ നമ്മൾ already what is set transform? അതിന്റെ equation പറഞ്ഞു. X of z is equal to summation of n is equal to minus infinity to infinity x of n into a raised to z raised to minus n. Okay. അതാണ് equation വരുന്നത്. പിന്നെ അതിൽ z എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വാല്യൂ ആണ്. Z is equal to r e raised to j omega. അങ്ങനെ നമ്മൾ represent ചെയ്യുക. Where r is the distance between the origin and the z value and omega is the angle between that line and the x-axis. Okay, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം എപ്പോഴും സെറ്റ് പ്ലെയിനിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല വരയ്ക്കുക. വി ആർ ഡ്രോയിങ് എ സർക്കിൾ വിത്ത് റേഡിയസ് ആർ. ഓക്കെ, ഒരു സെറ്റ് ട്രാൻസ്ഫോം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആർ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റ് കാണും, അതായിരിക്കും ആറ്. അപ്പൊ ആറ് റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരക്കും. ദെൻ ആ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സെറ്റ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടേം ആണ് ROC, റീജിയൻ ഓഫ് കൺവേർജൻസ് ഫോർ സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ROC എങ്ങനെയാണ് പറയാ? ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടല്ല, ഒരു സർക്കിൾ വെച്ചിട്ടാണ് ROC റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ഓഫ് സെറ്റ് കണ്ടുപിടിക്കും, സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. എന്നിട്ട് ഫൈനലി അതിന്റെ എവിടെയാ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ സെറ്റ് പ്ലെയിനിലാണ് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സെറ്റ് പ്ലെയിനിൽ സർക്കിൾ വരയ്ക്കും വിത്ത് റേഡിയസ് ആർ. എന്നിട്ട് അതിന്റെ ഇന്നർ സൈഡ് ആണോ ഔട്ടർ സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എവിടെയാണ് എക്സ് ഓഫ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ആ റീജിയനിൽ ROC മാർക്ക് ചെയ്യും. ഓക്കെ, ഇത്രയും ടേംസ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ROC, ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 3 പോയിന്റ്സ്: കോസൽ സിഗ്നൽ, ആന്റി കോസൽ ഓർ ടു സൈഡഡ് സീക്വൻസസ്. ആ 3 കേസിലും എങ്ങനെയാണ് ROC വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി 1-2 ന്യൂമറിക്കൽസ് നോക്കാം റിലേറ്റഡ് ടു സെറ്റ് ട്രാൻസ്ഫോം. സോ പ്ലീസ് റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. Find the set transform and ROC of the following signal. X of n is equal to a raised to mod n where mod a less than 1. Okay, this is the question. Find the set transform and ROC of the following signal. X of n is equal to a raised to mod n where mod a less than 1. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ കൂടെ തന്നെ ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, വെറുതെ കേട്ട് മാത്രം ഇരിക്കരുത്, ഞാൻ ചെയ്യുമ്പോൾ കൂടെ തന്നെ ചെയ്യാം. അപ്പൊ എപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എക്സ് ഓഫ് എൻ എന്താണ്? എ റേസ് ടു മോഡ് എൻ ആണ്. ഓക്കെ, മോഡ് എൻ ആണ്. അപ്പൊ നമുക്ക് എക്സ് ഓഫ് എൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, എ റേസ് ടു മോഡ് എൻ ആണ്. Then we can write a raised to n u of n plus a raised to minus n u of minus n. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? എ റേസ് ടു മോഡ് എൻ ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ട് സീക്വൻസും ആകാം, എ റേസ് ടു എൻ യു ഓഫ് എൻ പ്ലസ് എ റേസ് ടു മൈനസ് എൻ യു ഓഫ് മൈനസ് എൻ. സോ നമുക്ക് എക്സ് ഓഫ് എന്നിന് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിലൊക്കെ ചെയ്തിട്ടുണ്ട്. മോഡ് വരുന്ന കേസിൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ എഴുതി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ എക്സ് ഓഫ് സെഡ് കണ്ടുപിടിക്കാം, അല്ലെ? എക്സ് ഓഫ് സെഡിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് n ആണ്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് n നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഈ ടേം മൊത്തം എഴുതാം. ഓക്കെ, സോ എ റേസ് ടു n ഇൻറ്റു യു ഓഫ് n
plus a raised to minus n into u of minus n. Okay, that is into z raised to minus n. ഓക്കെ, ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യാം? സമ്മേഷൻ ആണ് രണ്ട്, അതിൻ്റെ ഇക്വേഷനിൽ എന്താണ് സമ്മിങ് ആണ് വരുന്നത്. സോ നമുക്കതിനെ സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ? നെക്സ്റ്റ് സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ റേസ് ടു n യു ഓഫ് n ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് n പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു minus infinity to infinity a raised to minus n into u of minus n into z raised to minus n. Okay. Summation split ചെയ്ത് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? u of n എവിടെയുണ്ട്, u of minus n എവിടെയുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഈ സമ്മേഷന്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്ത് എഴുതാം. അതെങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതും എന്ന് പറഞ്ഞേ. എപ്പോഴും ഞാൻ തന്നെ പറയുമ്പോൾ നമുക്ക് അത് കിട്ടില്ല. ഇനി എങ്ങനെ എഴുതാം? ഈ സമ്മേഷൻ ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? അഞ്ജന ഒന്ന് പറഞ്ഞേ, ഈ ടേമിന്റെ സമ്മേഷൻ എങ്ങനെ ചേഞ്ച്, അതിന്റെ സമ്മേഷന്റെ ലിമിറ്റ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? 0 to infinity. ഇൻഫിനിറ്റി. ഓക്കെ, 0 to infinity a raised to n ഇൻറ്റു പിന്നെ u of n വേണ്ട അല്ലേ, z raised to minus n പ്ലസ് സെക്കൻഡ് ടേമോ? ഈ ഫസ്റ്റ് ടേം നമുക്ക് അറിയുന്നതാണ്, നമ്മൾ കുറേ വട്ടം ചെയ്തു. സെക്കൻഡ് ടേം എങ്ങനെ എഴുതാം? u of minus n ആണ്. എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു നോക്കിയേ. എങ്ങനെ എഴുതാം ശ്രീ? സെക്കൻഡ് ടേമിന്റെ ലിമിറ്റ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? Minus infinity to 0. മൈനസ് ഇൻഫിനിറ്റി ടു 0. മൈനസ് ഇൻഫിനിറ്റി ടു 0 വരുമോ? ഇത് കണ്ടിന്യൂസ് സിഗ്നൽസ് അല്ലല്ലോ, ഡിസ്ക്രീറ്റ് അല്ലേ. അപ്പൊ നമ്മൾ 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഒന്ന് എടുത്തു, പിന്നെ നമുക്ക് എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി ടു എത്ര വരെ വരും? മൈനസ് ഇൻഫിനിറ്റി ടു -1. ഓക്കെ, ഡിസ്ക്രീറ്റ് സീക്വൻസ് ആണല്ലോ. ഒന്ന് -1 ഉണ്ടായാൽ പിന്നെ 0 അടുത്ത സിഗ്നൽ ഉണ്ടാവും. ആ രീതിയിലല്ലേ പോവാ? ക്ലിയർ ആണോ? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് അല്ല. ക്ലിയർ ആണോ? ഇതിപ്പോൾ നിങ്ങൾ ഇതുപോലെ സീക്വൻസ് പോവാണെങ്കിൽ 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരും. പിന്നെ നെഗറ്റീവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു -1 വരെയാണ് വരിക അല്ലേ? ക്ലിയർ അല്ലേ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിലും കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഓക്കെ, സോ നമ്മൾ u of minus n വരുന്ന സമയത്ത് n is equal to മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് n then a raised to minus n into z raised to minus n. ഓക്കെ, then നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് മാറ്റി എഴുതാം. സമ്മേഷൻ n equal to 0 to infinity a into z raised to -1 whole raised to n. ഓക്കെ, നമ്മൾ എന്തിനാ മാറ്റി എഴുതുന്നത്? നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരണം അല്ലേ, എന്നാലേ നമുക്ക് കമ്പയർ ചെയ്ത് അതിന്റെ വാല്യൂ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? മൈനസ് ഇൻഫിനിറ്റി ടു -1 ആണ്. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു -1 ആണ്. സോ ആ ലിമിറ്റ് നമുക്ക് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ? അപ്പൊ a raised to minus n into z raised to minus n എന്നുള്ളത് a raised to n into z raised to n ആകും. ഓക്കെ, ഇവിടെ n is equal to മൈനസ് ഇൻഫിനിറ്റി ടു -1 എന്നുള്ളത് അതിന്റെ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്തു, ദാറ്റ് ഈസ് 1 ടു ഇൻഫിനിറ്റി ആക്കി. സോ വി ക്യാൻ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് a raised to -n into z raised to -n a raised to n into z raised to n. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ആ ലിമിറ്റ് സമ്മേഷൻ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൈനിൽ വേരിയേഷൻ വരുത്തിയാൽ മതി. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് ഇതുപോലെ മാറ്റി എഴുതാം.
എന്നാലും ഒരു പ്രശ്നമുണ്ട്. n is equal to 1 to infinity ആണ്. n is equal to 1 to infinity നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സമ്മേഷൻ ഇക്വേഷൻ ഇല്ല. ഓക്കെ, നമുക്ക് ഇതിന് ഒന്നുകൂടി മാറ്റി എഴുതണം. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു summation n is equal to 0 to infinity a into z raised to minus 1 whole raised to n plus summation n is equal to 0 to infinity a raised to n into or a into z whole raised to n minus a0 into z0. ഓക്കെ, ഇത് n is equal to 1 to infinity ആണ്. അതിൽ n is equal to 1 to infinity എന്നുള്ളതിൽ ഒരു ടേം നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മേഷൻ തന്നെ ഇതുപോലെ ചേഞ്ച് ചെയ്ത് എഴുതാം. 0 to infinity ആക്കുന്ന സമയത്ത് അതിൽ നിന്ന് a raised to 0 z raised to 0 എന്നുള്ള ടേം മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. Okay, and what is a raised to 0 and z raised to 0? Any value raised to 0 is equal to 1 ആണ്. So 1 into 1 1 വരും. ഓക്കെ, ഇത്ര വരെയുള്ള സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഒന്നുമില്ല, നിങ്ങൾ മുന്നേ പഠിച്ച സമ്മേഷൻ ലിമിറ്റിന്റെ ആ ഒരു ചേഞ്ചസ് എങ്ങനെയൊക്കെ വരുന്നു നോക്കിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് x of z is equal to നമുക്ക് എന്ത് കിട്ടി? summation n is equal to 0 to infinity a into z raised to minus 1 whole raised to n plus summation n is equal to 0 to infinity a into z whole raised to n minus a0 raised to z0 കിട്ടി. ഓക്കെ, അതിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. സോ മൈനസ് 1 എഴുതാം. നമ്മൾ ചെയ്തതിന് സമ്മേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ, ആ സമ്മേഷൻ ഇക്വേഷൻ മാറ്റണമെങ്കിൽ അതിന്റെ ലിമിറ്റ് വരുന്നത് 0 to infinity ആണ്. സോ 1 to infinity വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് a0 z0 വാല്യൂസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ നമുക്ക് 0 to infinity കൊണ്ടുവരാം. ഓക്കെ, സോ ഇതുപോലെ എഴുതി. ദെൻ ഇത് നമുക്ക് അറിയാം എന്താണ്, രണ്ടും സ്റ്റാൻഡേർഡ് ഫോമിലായി അല്ലേ? നമുക്ക് ഇനി നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. വാട്ട് ഈസ് സമ്മേഷൻ n is equal to 0 to infinity a z raised to minus 1 whole raised to n? That is 1 by 1 minus a into z raised to minus 1. Okay, plus second term ഇത് എങ്ങനെ വരും? 1 by 1 minus a into z. ഓക്കെ, എന്താണ് ശരിക്കും ഇക്വേഷൻ വരെ? 1 by 1 minus a ആണ്. ഇൻസ്റ്റോ ഓഫ് a ഇവിടെ ഫസ്റ്റ് ടേമിൽ a into z ഇൻവേഴ്സ് ഉണ്ട്, സെക്കൻഡ് ടേമിൽ a into z ഉണ്ട്. ഓക്കെ, അത് എഴുതി. ആൻഡ് -1, ഒരു -1 കൂടി ഉണ്ട്. ഓക്കെ, ഫൈനൽ ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ഇതിന്റെ ROC കാണണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ ROC കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിന്റെ ROC കാണുക, ദെൻ സെക്കൻഡ് ടേമിന്റെ ROC കാണുക. അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ROC കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മോഡ് A ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കണം. സോ ഇൻസ്റ്റോ ഓഫ് A ഇവിടെ എന്താ ഉള്ളത്? മോഡ് A into Z ഇൻവേഴ്സ് ലെസ് ദാൻ 1. അത് a into z inverse less than 1. സോ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ മോഡ് z ഗ്രേറ്റർ ദാൻ a എന്ന് എഴുതാം അല്ലേ? ഇത് z ഇൻവേഴ്സ് ആണ്. സോ a ബൈ z ആണ്, ലെസ് ദാൻ 1 ആണ്. സോ z ഗ്രേറ്റർ ദാൻ a ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ROC1. ഫസ്റ്റ് ടേമിന്റെ ROC കിട്ടി. ദാറ്റ് ഈസ് മോഡ് z ഗ്രേറ്റർ ദാൻ a. ആൻഡ് സെക്കൻഡ് ടേം നോക്കുക. സെക്കൻഡ് ടേമിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മോഡ് az ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. Okay, which means mod z less than 1 by a. So this is ROC2. Okay, second term in the ROC mod z less than 1 by a ആണ്. ഈ രണ്ട് ROC കിട്ടിയത് ക്ലിയർ ആയോ? ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഓൺലി ഇഫ് ദിസ് ടേം mod of this term should be less than 1. That is a into z inverse, mod a z inverse less than 1. ഓക്കെ, സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് എനിക്ക് മോഡ് z ഗ്രേറ്റർ ദാൻ a എന്ന് കിട്ടിയത്. അത് നിങ്ങൾക്ക് അറിയില്ലേ? a ബൈ z ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? a ലെസ് ദാൻ മോഡ് z അല്ലെങ്കിൽ മോഡ് z ഗ്രേറ്റർ ദാൻ a, ആ രീതിയിലേക്ക് എഴുതാം.
അതുപോലെ സെക്കൻഡ് ടേം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഓൺലി ഇഫ് മോഡ് എ സെറ്റ് ലെസ് ദാൻ 1 ആയിരിക്കണം. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. മോഡ് സെറ്റ് ലെസ് ദാൻ 1/a ആകും. സോ ദാറ്റ് ഈസ് ROC2. ROC1 ആൻഡ് ROC2 കിട്ടിയത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ്, രണ്ട് ROC കിട്ടി, നമുക്ക് കമ്പൈൻ ചെയ്ത ROC എഴുതാം അല്ലേ? എന്തായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ROC? ROC is equal to what? മോഡ് സെറ്റിനേക്കാളും ചെറുതാണ് എ, അതിനേക്കാളും വലുതാണ് 1/a. സോ എ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 1/a. ദിസ് ഇസ് എ കോമൺ ROC. Common ROC. A less than mod set less than 1/a. Okay, this is a common ROC. So, ഇനി നമുക്ക് വരക്കാലോ. നമ്മൾ എങ്ങനെയാണ് ROC represent ചെയ്യുക? By using a set plane. Okay, so here real part on the x-axis and imaginary part on the y-axis. And here we have to draw two circles. അല്ലേ? Two terms ഉണ്ട്. Two termsനും separate ROC ഉണ്ട്. And common ROC we will get as a less than mod set less than 1/a. Okay, so first നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സർക്കിൾസ് വരക്കണം with a radius a and radius 1/a. Okay, so this is radius a. This is the circle with the radius a, and second one is the circle with the 1/a. Okay, and ROC നോക്കിയേ എവിടെ വരുന്നത്? It exists only in between a and 1/a. That is a less than mod set less than 1/a. So this is the region where ROC exists. Okay, this is the common ROC. അത് ആ രീതിയിൽ ഷെയ്ഡ് ചെയ്യാം. ക്ലിയർ ആണോ? എന്താ ഈ കണ്ടീഷൻ പറയുന്നത്? മോഡ് സെറ്റ് എന്ന് പറയുന്നത് എയിലേക്കാളും ഹയർ ആയിരിക്കുന്ന റീജിയൻ ആണ്. വിച്ച് മീൻസ് എന്റെ ഔട്ടർ സൈഡിലേക്ക് ആയിരിക്കും. സർക്കിൾ വിത്ത് റേഡിയസ് എ, അതിന്റെ ഔട്ടർ ആയിരിക്കും അതിന്റെ ROC വരുന്നത്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ എന്താണ്? 1/a ലെസ് ദാൻ മോഡ് സെറ്റ് ആണ്. 1/a റേഡിയസ് വരുന്ന സർക്കിളിന്റെയും കാളും കുറവ്, മീൻസ് അതിന്റെ ഇന്നർ സൈഡിലേക്കാണ് ROC വരുന്നത്. സോ നമ്മളത് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എവിടെയായിരിക്കും? ഈ റീജിയനിലായിരിക്കും. ഇവിടെയുള്ള ഈ റീജിയനിലായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇവിടെ നോക്കൂ, നമുക്കത് വേറെ നമ്മുടെ പ്രോപ്പർട്ടീസുമായിട്ട് മാച്ച് ചെയ്യാം. ഈ ഫസ്റ്റ് ടേം വരുന്നത് എന്താണ്? അത് കോസൽ സിഗ്നൽ ആണ് അല്ലെ? U(n) ആണ്. U(n) ആണ്. സെക്കൻഡ് ടേം വരുന്നത് എന്താണ്? ആന്റി കോസലാണ്. U(-n) ആണ്. സോ ഫസ്റ്റ് ടേമിന്റെ U(n) എന്ന് പറയുന്ന ടേമിന്റെ നമ്മൾ ചെയ്ത് വരുവാണെങ്കിൽ ROC എപ്പോഴും ആ സർക്കിളിന്റെ ഔട്ടർ സൈഡിലേക്കായിരിക്കും. സോ ഔട്ടർ സൈഡിലേക്ക് പോയി. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ആന്റി കോസലാണ്. സോ ആന്റി കോസലാവുന്ന സമയത്ത് സർക്കിളിന്റെ ഇന്നർ സൈഡിലായിരിക്കും ROC വരിക. സോ സെക്കൻഡ് സർക്കിളിന്റെ ഇന്നർ സൈഡിലാണ് ROC വരുന്നത്. ഫസ്റ്റ് സർക്കിളിന്റെ ഔട്ടർ സൈഡിലും സെക്കൻഡ് സർക്കിളിന്റെ ഇന്നർ സൈഡിലും. സോ കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ കോമൺ റീജിയൻ വരുന്നത് രണ്ട് സർക്കിൾസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആ പ്രോപ്പർട്ടീസ് ഒന്ന് നമുക്ക് ഓർത്ത് നോക്കിയാൽ ഇത് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണ് അല്ലേ? സോ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിയെടുത്തോളൂ. Find the set transform of the sequence given below. Also find the ROC. Okay, find the set transform of the sequence given below. Also find the ROC. Okay, question ഇതാണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേഗം എഴുതിയെടുത്തോളൂ. X of n is equal to minus a raised to n into u of minus n minus 1. Okay, and second one, x of n is equal to a raised to n into u of n minus b raised to n into u of minus n minus 1.
Okay, രണ്ട് question ഉണ്ട്. X of n is equal to minus a raised to n into u of minus n minus 1. Second one is x of n is equal to a raised to n into u of n minus b raised to n into u of minus n minus 1. Okay, നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഓഫ് എൻ എന്താണ്? മൈനസ് എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഇത് എന്ത് സീക്വൻസ് ആണ്? യു ഓഫ് മൈനസ് എൻ മൈനസ് 1 റൈറ്റ് സൈഡഡ് ആണോ ലെഫ്റ്റ് സൈഡഡ് ആണോ? മൈനസ് എൻ മൈനസ് 1. യു ഓഫ് മൈനസ് എൻ മൈനസ് 1 എന്ന് പറയുന്നത് എന്ത് സിഗ്നൽ ആണ്? ലെഫ്റ്റ് സൈഡിൽ അല്ലേ? മൈനസ് 1 തൊട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സിഗ്നൽ ആണ് അല്ലേ? യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണ്. യു ഓഫ് മൈനസ് എൻ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ് ആൻഡ് ഓൾസോ ഒരു ഷിഫ്റ്റിങ്ങും കൂടിയുണ്ട്, 1 യൂണിറ്റ് ഷിഫ്റ്റിങ്ങും കൂടിയുണ്ട്. സോ ആക്ച്വലി 0 ടു മൈനസ് ഇൻഫിനിറ്റി ആണ് യു ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ടത്. പക്ഷെ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. സോ അത് മൈനസ് 1 തൊട്ട് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ക്ലിയർ ആണോ? ഓക്കെ, ഇതെന്താണ്? ഒരു ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് എൻ വി ക്യാൻ റൈറ്റ് മൈനസ് എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ മൈനസ് 1. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് ആ നെഗറ്റീവ് സൈൻ നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, മൈനസ് ഓഫ് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു, നമുക്ക് ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? മൈനസ് എൻ മൈനസ് 1 ആണ്. സോറി, ഇവിടെ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ കൂടിയുണ്ട്. ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? എൻ ഈസ് ഈക്വൽ ടു മൈനസ് 1 ടു മൈനസ് ഇൻഫിനിറ്റി. എൻ ഈസ് ഈക്വൽ ടു മൈനസ് 1 ടു മൈനസ് ഇൻഫിനിറ്റി ആണ് സമ്മേഷൻ ലിമിറ്റ് വരിക. ഇൻറ്റു പിന്നെ എന്താ ഉള്ള ടേംസ്? എ റേസ് ടു മൈനസ് എൻ, പിന്നെ ഈ ടേം വേണ്ട, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയി, ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. ഓക്കെ, സോറി, എ റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. ഇതിൽ എന്ത് ചെയ്യാം? ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ n is equal to minus 1 to infinity a into z inverse whole raised to n എഴുതാം. ഓക്കെ, ഇനി ഇതും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോമിൽ ആയിട്ടില്ല. 1 to മൈനസ് ഇൻഫിനിറ്റി ആണ്, സോറി 1 to മൈനസ് ഇൻഫിനിറ്റി ആണ്, മൈനസ് 1 to മൈനസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, നമുക്ക് എന്ത് വേണം? 0 to ഇൻഫിനിറ്റി വേണം. ഓക്കെ, 0 to ഇൻഫിനിറ്റി ആണ് വേണ്ടത്. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ സമ്മേഷൻ ലിമിറ്റ് മാറ്റിയിട്ട് 1 to ഇൻഫിനിറ്റി ആക്കാം. ഓക്കെ, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി, മൈനസ് 1 to മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ആക്കാം. അപ്പോൾ എന്ത് വേരിയേഷനാണ് വരിക? ഈ എ റേസ്റ്റിന്റെ പവേഴ്സിന്റെ സൈന് നേരെ ഓപ്പോസിറ്റ് ആവും. ദാറ്റ് ഈസ് എ റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ ആയിരുന്നു ആദ്യം. അത് മാറിയിട്ട് എ റേസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ ആകും. ഓക്കെ, നമ്മൾ ഈ സമ്മേഷന്റെ സൈന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ടേംസിന്റെ പവറിന്റെ സൈന് ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ ആദ്യം എന്തായിരുന്നു? എ റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ ആയിരുന്നു. ഇപ്പൊ അത് എ റേസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ ആയി. ഓക്കെ, എന്നാലും നമുക്ക് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടില്ല. സോ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുക. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, നമ്മൾ 1 to ഇൻഫിനിറ്റി എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്ന സമ്മേഷൻ ലിമിറ്റ്. ഓക്കെ, അത് 0 to ഇൻഫിനിറ്റി ആക്കണമെങ്കിൽ ആ എന്നിന് 0 വരുന്ന ടേംസ് അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, സോ 0 to ഇൻഫിനിറ്റി എ റേസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് a0 ഇൻറ്റു സെഡ് 0. ഓക്കെ, ഇതിൻ്റെയൊക്കെ പുറത്തൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a റേസ് ടു മൈനസ് 1 ഇൻറ്റു സെഡ് ഹോൾ റേസ് ടു n. ഓക്കെ, ഔട്ട്സൈഡ് ഒരു നെഗറ്റീവ് ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് 1. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ്
1 by 1 minus A inverse into Z. Okay, only if mod A inverse into Z less than 1. അതാണ് നമ്മുടെ condition, less than 1. So from this condition we can write the ROC as what? Mod Z less than A. എങ്ങനെ വരും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z by A less than 1 എഴുതാം. സോ മോഡ് Z less than A. അതാണ് ഇതിന്റെ ROC. ഓക്കെ, സോ ROC കിട്ടി. ഫൈനൽ ആൻസർ ഇതാണ്. ROC കിട്ടി, മോഡ് Z less than A. ദെൻ നമ്മൾ സെറ്റ് പ്ലെയിൻ വരക്കുക. സർക്കിൾ വരക്കുക വിത്ത് റേഡിയസ് എ അല്ലേ? ഇവിടെ കിട്ടിയിരിക്കുന്നത് മോഡ് സെറ്റ് ലെസ് ദാൻ എ ആണ് വിത്ത് റേഡിയസ് എ. ആൻഡ് എവിടെയാണ് ഇതിൽ എവിടെയാണ് റീജിയൻ ഓഫ് കൺവെർജൻസ് വരിക? ഇൻസൈഡ് ദ സർക്കിൾ ആണോ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ? ഇൻസൈഡ് ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ? എവിടെയാണ് റീജിയൻ ഓഫ് കൺവെർജൻസ് വരിക? മോഡ് സെറ്റ് ലെസ് ദാൻ എ ആണ് ഇതിന്റെ ROC. ഓക്കെ, ഇൻസൈഡ് ദ സർക്കിൾ വരും അല്ലേ? സോ ഇതാണ് ഇതിന്റെ ROC. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യൂ. ഫസ്റ്റ് ടേം എന്താണ്? മൈനസ് എ റേസ് ടു എന്നിന്റെ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണ്. യു ഓഫ് മൈനസ് എൻ ആണ്. ലെഫ്റ്റ് സൈഡ് സീക്വൻസ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം എന്താണ് നമ്മൾ അതിന്റെ ROC വരിക ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും അല്ലെ? ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, റൈറ്റ് സൈഡഡ് ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. 2 സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ 2 സർക്കിൾസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇത് ഈ കണ്ടീഷൻ മോഡ് സെറ്റ് ലെസ് ദാൻ എ എന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം സർക്കിൾ വിത്ത് റേഡിയസ് എ, അതിന്റെ ഇന്നർ സൈഡിലായിരിക്കും അതിന്റെ ROC വരിക. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? എല്ലാം നമ്മൾ ഒരേ പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ഈ സമ്മേഷൻ ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എവിടേക്കാണ് നെഗറ്റീവ് പോസിറ്റീവ് ആവുന്നത്, എങ്ങനെ അതിനെ ചേഞ്ച് ചെയ്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് കൊണ്ടുവരാന്നുള്ള ആ കാര്യം ഒന്ന് നോക്കിയാൽ മതി. അതും 2-3 ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. എല്ലാ രീതിയിലും ROC എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ചെക്ക് ചെയ്യുക. ഓക്കെ, ROC നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഓൺലി വെൻ മോഡ് സെറ്റ് ലെസ് ദാൻ എ. അപ്പൊ ആ കേസ് എടുക്കുക, അതിൽ മോഡ് സെറ്റ് ലെസ് ദാൻ എ എന്നുള്ളത് എക്ക് ഇൻസ്റ്റഡ് ആയിട്ട് നമുക്ക് ആ വാല്യൂ എന്താണ് കിട്ടുക നോക്കുക. അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ROC കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് എന്താണ്? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എ റേസ് ടു എൻ യു ഓഫ് എൻ മൈനസ്, ഓക്കെ, എ റേസ് ടു എൻ യു ഓഫ് എൻ മൈനസ് ബി റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ മൈനസ് 1. ഇതായിരുന്നു സെക്കൻഡ് ഇക്വേഷൻ. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളും ചെയ്യും. ഇതെങ്ങനെ എഴുതാം? എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഈ ടേം എഴുതാം. ഇൻസ്റ്റഡ് ഓഫ് എക്സ് ഓഫ് എൻ ആ ടേം എഴുതാം. എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് ബി റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ മൈനസ് 1. ദറ്റ് ഈസ് ഹോൾ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. ഓക്കെ, ദെൻ നമുക്ക് സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ യു ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ മൈനസ് summation n equal to minus infinity to infinity b raised to n into u of minus n minus 1 into z raised to minus n. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മുടെ അടുത്ത ഉദ്ദേശം എന്താണ്? രണ്ടിനും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടുള്ള വേരിയേഷൻസ് വരുത്തണം. ഓക്കെ, സോ ഇത് നമുക്ക് സമ്മേഷൻ യു ഓഫ് എൻ ഉണ്ട്. സോ ഇത് നമുക്ക് കൂളായിട്ട് എഴുതാം. n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ മൈനസ്, ഇവിടെ എന്താണ്? യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് എഴുതാം? മൈനസ് 1 ടു മൈനസ് ഇൻഫിനിറ്റി ബി റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ എഴുതാം. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. സെക്കൻഡ് എന്ത് എഴുതാം? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക്
എ ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ഹോൾ റേസ് ടു എൻ എഴുതാം മൈനസ് സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു -1 ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. അതിനെ ചേഞ്ച് ചെയ്യാൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആക്കാം. എന്താണ് വേരിയേഷൻ വരിക? ബി റേസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ ആകും അല്ലേ? ഇവിടെ -1 ടു മൈനസ് ഇൻഫിനിറ്റി ആയപ്പോൾ ബി റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ ആയിരുന്നു. ദെൻ നമ്മൾ ലിമിറ്റിന്റെ സൈനിന് ചേഞ്ച് ചെയ്തു. 1 ടു ഇൻഫിനിറ്റി ആക്കുന്ന സമയത്ത് we should change the powers of b and z, that is values sign of the powers of b and z, that is b raised to minus n into z raised to n. ഓക്കെ, എന്നാലും സ്റ്റാൻഡേർഡ് ഫോം ആയില്ല അല്ലേ? നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി വേണം. സമ്മേഷൻ n is equal to 0 to infinity a z inverse whole raised to n minus സമ്മേഷൻ n is equal to 1 to infinity മാറ്റി നമുക്ക് 0 to infinity ആക്കണം. So 0 to infinity b raised to minus n into z raised to n minus b raised to 0 into z raised to 0. Z raised to minus 0 വരും, but z raised to 0 sorry b raised to minus 0 into z raised to 0 വരും, but അതിനൊക്കെ വാല്യൂസ് സിമിലർ ആണ് അല്ലേ? 1 ആയിരിക്കും. ദെൻ നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാം? 1 ബൈ നമുക്ക് ആ ടേമിനെ എങ്ങനെ എഴുതാം? 1 ബൈ 1 മൈനസ് എ ഇൻറ്റു സെഡ് ഇൻവേഴ്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടേമിനെ എങ്ങനെ എഴുതാം? This is minus 1 by 1 minus b inverse into z. Okay, minus 1. Okay, ഫസ്റ്റ് ടേമിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കമ്പയർ ചെയ്ത് ഇതുപോലെ എഴുതാം, സെക്കൻഡ് ടേമിനെ ഇതുപോലെ എഴുതാം. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ടേമിനെ നോക്കുകയാണെങ്കിൽ അവിടെ റീജിയൻ ഓഫ് കൺവേർജൻസ് ROC1 എങ്ങനെ വരും? ROC1 എങ്ങനെ വരും? ഫസ്റ്റ് ടേം നോക്കിയേ, മോഡ് എ സെഡ് ലെസ് ദാൻ എ സെഡ് ഇൻവേഴ്സാണ് വരുന്നത്. സോ മോഡ് എ സെഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1 വരും. ഓക്കെ, അപ്പം ഇതെങ്ങനെ എഴുതാം? മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് എഴുതാം. ദിസ് ഇസ് ROC1. ഓക്കെ, അങ്ങനെ ROC2 കണ്ടുപിടിച്ചേ. ROC2 എങ്ങനെ കണ്ടുപിടിക്കാം? ROC2ൽ മോഡ് ബി ഇൻവേഴ്സ് സെഡ് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അപ്പം ഇതിനെ എങ്ങനെ എഴുതാം? Mod b inverse z less than 1, that is z by b. Mod z by b less than 1, that is mod z less than b. Okay, this is ROC2. Okay, ROC1 and ROC2 clear ആണോ? അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ? ROC1 കിട്ടിയതും ROC2 കിട്ടിയതും ക്ലിയർ ആണോ? നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ROC കണ്ടുപിടിക്കാം അല്ലേ? കോമൺ ROC എന്താണ്? കോമൺ ROC എങ്ങനെ വരും? A less than mod z less than b. So this is the common ROC. A less than mod z less than b. ഇനി നമുക്ക് നമ്മുടെ ROC പ്ലോട്ട് ചെയ്യാലോ. സെറ്റ് പ്ലെയിൻ വരയ്ക്കുക, റിയൽ ആൻഡ് ഇമേജിനറി മാർക്ക് ചെയ്യുക. രണ്ട് സർക്കിൾസ് വരും അല്ലേ? സർക്കിൾ വിത്ത് റേഡിയസ് എ ആൻഡ് സർക്കിൾ വിത്ത് റേഡിയസ് ബി. രണ്ട് സർക്കിൾസ് വരും. ഇവിടെ എ, ഇവിടെ ബി. ബിക്കോസ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത് എ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ബി എന്നാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആ രണ്ട് സർക്കിൾസിന്റെ ഇടയിൽ വരും. ഓക്കെ, സോ ഫസ്റ്റ് വരുന്ന സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും? ഫസ്റ്റ് വരുന്ന സർക്കിളിന്റെ റേഡിയസ് എ ആയിരിക്കും. ഓക്കെ, എ ലെസ് ദാൻ മോഡ് സെറ്റ്. അപ്പം എന്റെ ഔട്ടർ സൈഡിലേക്കായിരിക്കും എന്ത് വരുന്നത്? റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് നോക്കിയേ, മോഡ് സെറ്റ് ലെസ് ദാൻ ബി. അപ്പൊ ബി റേഡിയസ് വരുന്ന സർക്കിളിന്റെ ഇന്നർ സൈഡിലേക്കായിരിക്കും റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. സോ ഇന്നർ സൈഡിലേക്ക് വരും. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത റീജിയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സർക്കിൾ വിത്ത് റേഡിയസ് എ ആൻഡ് സർക്കിൾ വിത്ത് റേഡിയസ് ബി രണ്ടിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും റീജിയൻ ഓഫ് കൺവേർജൻസ് വരിക. ദിസ് ഈസ് ROC. ഓക്കെ, മോഡ് എ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ബി.
Is it clear? Okay ആണോ? അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഈ സെറ്റ് ട്രാൻസ്ഫോമിന്റെ ഈ ചെയ്ത 2-3 ന്യൂമറിക്കൽസ് ഉണ്ട്, അത് ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്തൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെയും നമുക്ക് ആ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടേം വരുന്നത് എന്താണ്? എ റേസ് ടു n ന്റെ യു ഓഫ് n ആണ്. ഇറ്റ് ഈസ് എ കോസൽ സിഗ്നൽ ഓർ റൈറ്റ് സൈഡ് സീക്വൻസ്. സോ അതിന്റെ ആർ ഒ സി എപ്പോഴും സർക്കിളിന്റെ ഔട്ടർ സൈഡിലേക്കാണ് ഉണ്ടാകുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടേം വരുന്നത് ബി റേസ് ടു n ന്റെ യു ഓഫ് n മൈനസ് n മൈനസ് 1. സോ ഈ ഇതിന്റെ ആർ ഒ സി ഇതെന്താണ്? ലെഫ്റ്റ് സൈഡ് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ആന്റി കോസൽ സീക്വൻസ് ആണ്. സോ അതിന്റെ ആർ ഒ സി ഷുഡ് ബി ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, വിത്ത് റേഡിയസ് ബി, ഇത് വിത്ത് റേഡിയസ് എ. നമുക്കത് ആദ്യം തന്നെ പറയാം. ഫസ്റ്റ് ടേമിൻ്റെത് സർക്കിൾ വിത്ത് റേഡിയസ് എന്റെ ഔട്ടർ സൈഡിലായിരിക്കും ആർ ഒ സി. സെക്കൻഡ് ടേമിൻ്റെത് സർക്കിൾ വിത്ത് റേഡിയസ് ബിന്റെ ഇന്നർ സൈഡിലായിരിക്കും ആർ ഒ സി. സോ രണ്ടും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ആർ ഒ സി വിൽ ബി ലൈക്ക് ദിസ്. രണ്ട് സർക്കിൾസ് വരയ്ക്കുക വിത്ത് റേഡിയസ് എ ആൻഡ് ബി, ആൻഡ് അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരിക. ഓക്കെ, സോ ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, സോ പ്ലീസ് ഗീവ് യുവർ അറ്റൻഡൻസ്.